അടുത്തൊരു മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. വില്ലേജ് ഫീൽഡ് ടെസ്റ്റിൻ്റെ മോക്ക് ടെസ്റ്റ് 5ാമത്തെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നവരെ ശ്രദ്ധിക്കുക. ഒരു പേപ്പറും പേനയും എടുത്തിട്ട് എക്സാമിന് വേണ്ടി തയ്യാറാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് മിഷൻ LDCയുടെ ഭാഗമായി നമ്മുടെ PDF ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LDC PDF ബാച്ച് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മന്ത്ലി ഫീസാണ് വരുന്നത്. 99 ആണ് മന്ത്ലി ഫീസ് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലനേഷൻ, SCRT ആൻഡ് NCRT, ഡെയിലി CA ആൻഡ് എക്സ്പ്ലനേഷൻ, ഡെയിലി എക്സാം, വീക്ക്ലി CA, മന്ത്ലി എക്സാം. ഓക്കെ, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപം കാണപ്പെടുന്ന ജില്ല ഏതാണ്? രണ്ടാമത്തെ ചോദ്യം, ഭൂകമ്പത്തിൽ തകർന്ന വെനിസ്വേലയെ സഹായിക്കാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാ ദുരിതാശ്വാസ ദൗത്യത്തിൻ്റെ പേര് എന്ത്? മൂന്നാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര പുരുഷ 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബൗളർ? നാലാം ചോദ്യം, കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയത് ആര്? അഞ്ചാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ആറാമത്തെ ചോദ്യം, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീര അവയവം ഏതാണ്? ഏഴാമത്തെ ചോദ്യം, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? എട്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം? ഒൻപതാമത്തെ ചോദ്യം, ലുധിയാന നഗരം ഏത് നദീതീരത്താണ്? പത്താമത്തെ ചോദ്യം, ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ വംശജ സുനിത വില്യംസിനൊപ്പം സ്പേസ് എക്സിൻ്റെ ക്രൂ 9 മിഷനെ തിരിച്ചെത്തിയ 4 സംഘത്തിൽ പെടാത്തത് ആര്? 11ാമത്തെ ചോദ്യം, സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം എവിടെയാണ് നടന്നത്? 12ാമത്തെ ചോദ്യം, ഇവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങളിൽ പെടാത്തത് ഏത്? 13ാമത്തെ ചോദ്യം, കേരള വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം ഏത് ജില്ലയിലാണ്? 14ാമത്തെ ചോദ്യം, മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരൻ ആര്? 15ാമത്തെ ചോദ്യം, പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സൗഹൃദ ജാഥ നയിച്ചതാര്? 16ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായത് ഏത്? സുജന നന്ദിനി, പറവൂർ കേശവനാശൻ, സാധുജന ദൂതൻ ജോൺ ജോസഫ്, വേലക്കാരൻ K. അയ്യപ്പൻ, പ്രബുദ്ധ കേരളം ബാലകൃഷ്ണപിള്ള. 17ാമത്തെ ചോദ്യം, നവോത്ഥാന നായകരും ജന്മസ്ഥലവും പരിശോധിക്കുക. ചാവറ കൈനഗിരി, കായിക്കര കുമാരനാശാൻ, മയ്യനാട് സഹോദരൻ അയ്യപ്പൻ, തലശ്ശേരി K. കേളപ്പൻ. 18ാം ചോദ്യം, 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആര്? 19ാമത്തെ ചോദ്യം, കൈസർ-ഇ-ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ് തിരികെ നൽകിയത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് തിരികെ നൽകിയത്. 20ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? 21ാം ചോദ്യം, വാട്ട് ഡു യു കോൾ സമ്മൺ ഹൂ ഈസ് എ ബിഗിനർ ഇൻ എനി പ്രൊഫഷൻ? 22ാം ചോദ്യം, ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ആര്? 23ാം ചോദ്യം, താഴെ പറയുന്ന കമ്പ്യൂട്ടറിൻ്റെ താൽക്കാലിക മെമ്മറി ഏതാണ്? 24ാം ചോദ്യം, ഒരു കച്ചവടക്കാരൻ കുറച്ച് ഓറഞ്ചുകൾ 11 എണ്ണം 10 രൂപ നിരക്കിൽ വാങ്ങി 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റാൽ ലാഭശതമാനം എത്ര? 25ാം ചോദ്യം, തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി കാണും. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കും പോകാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപം കാണപ്പെടുന്ന ജില്ല ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, കോഴിക്കോടാണ്. കോഴിക്കോട് ഓർത്തുവയ്ക്കുക. അപ്പോൾ കോഴിക്കോടിലെ പ്രധാന മേഖലയല്ല ചെരിയമല. ഓർത്തുവയ്ക്കുക, ചെരിയമല, അതുപോലെ തന്നെ ഏലിക്കോട്, കോഴിക്കോടിലെ ഏലിക്കോട്, ആലംപാറ. ഓക്കെ, ആലംപാറ എന്നീ സ്ഥലങ്ങളിലാണ്. അതുപോലെ തന്നെ നടുവല്ലൂർ, അതുപോലെ തന്നെ വാവൂർ ഓക്കെ എന്നീ സ്ഥലങ്ങളിൽ എന്ത് നിക്ഷേപമുണ്ട്? ഇരുമ്പയിര് നിക്ഷേപമുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ,
മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപം കാണപ്പെടുന്ന ജില്ല എന്ന് വെച്ചാൽ ഏതാണ്? കോഴിക്കോടാണ്. മലപ്പുറത്ത് ഇരുമ്പയിര് നിക്ഷേപമുള്ള സ്ഥലം എന്ന് പറയുന്നത് നിലമ്പൂരാണ്. നിലമ്പൂർ. ഓക്കെ, നിലമ്പൂരിലും ഇരുമ്പയിര് നിക്ഷേപമുണ്ടെന്ന് ഓർത്തിക്കുക. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം. ഭൂകമ്പത്തിൽ തകർന്ന വെൻസുലയെ സഹായിക്കാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യത്തിൻ്റെ പേര് എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഓപ്പറേഷൻ അമിസ്റ്റാഡ്. ഓപ്പറേഷൻ അമിസ്റ്റാഡ് ഓർത്തേക്കുക, ഓപ്പറേഷൻ അമിസ്റ്റാഡ്. ഓക്കെ, ഓപ്പറേഷൻ ദോസ്ത് എന്താണെന്ന് അറിയാമോ? ഓപ്പറേഷൻ ദോസ്ത് 2023 സിറിയയിലും അല്ലെങ്കിൽ തുർക്കിയിലും ഇന്ത്യ നടത്തിയ സൈനിക നടപടി, അതായത് ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ പേരാണ് പറയുന്നത് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ കരുണ അറിയാമോ? ഓപ്പറേഷൻ കരുണ മ്യാൻമറിലെ ഖോമ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇന്ത്യ നടത്തിയ ദുരിതാശ്വാസ നടപടിയാണ് ഇത് ഓപ്പറേഷൻ കരുണ. അടുത്ത ചോദ്യം. അന്താരാഷ്ട്ര പുരുഷ T20 100 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ ആരെന്നൊരു ചോദ്യം. ഓപ്ഷൻ സി ആണ് അർഷദീപ് സിംഗ് ആണ്. അർഷദീപ് സിംഗ് മറന്നു വരുന്നത്. 2025 സെപ്റ്റംബറിൽ ഒമാനെതിരെ നടന്ന മത്സരത്തിലാണ് അർഷദീപ് സിംഗ് റെക്കോർഡ് കരസ്ഥമാക്കുന്നത്. എന്നാൽ വനിതാ ക്രിക്കറ്റ് 100 വിക്കറ്റ് നേടിയതാരെന്ന് വെച്ചാൽ ദീപ്തി ശർമ്മയാണെന്ന് ഓർത്തിക്കുക. വനിതകൾ ദീപ്തി ശർമ്മ. ഓക്കെ, അർഷദീപ് സിംഗ് നേടുന്നതിന് മുമ്പേ തന്നെയാണ് ദീപ്തി ശർമ്മ നേടിയിട്ടുണ്ട് എന്നും കൂടെ ഓർത്തിക്കുക. ദീപ്തി ശർമ്മ. അടുത്ത നാലാമത്തെ ചോദ്യം. കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയത് ആരെന്നൊരു ചോദ്യം. ഓപ്ഷൻ എ ആണ് ഇന്ത്യയാണ്. മറന്നു വരുത്. കാഴ്ചപരിമിതരുടെ പ്രഥമ വനിതാ 2020 ലോകകപ്പാണ് 2 രാജ്യങ്ങളിലായിട്ട് നടന്നത്. ഒന്ന് ഇന്ത്യയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലുമായിട്ടാണ് നടന്നത്. ഓക്കെ, ശ്രീലങ്കയിലും ഇന്ത്യയിലുമായിട്ടാണ് നടന്നത്. ഫൈനൽ മത്സരം നടന്നത് ശ്രീലങ്കയിലെ കൊളംബോയിലാണ്. ഓക്കെ, ഫൈനൽ മത്സരം നടന്നത് കൊളംബോയിലാണ്. പി സാര ഓവൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടന്നത്. കൊളംബിയയിലാണെന്ന് ഓർത്തേക്കുക. ഓക്കെ, ആകെ മത്സരിച്ച ടീമുകളുടെ എണ്ണം ചോദിച്ചാൽ 6 ടീമുകൾ മത്സരിച്ചു. 6 ടീമുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഇന്ത്യ അറിയാം. രണ്ടാമത് നേപ്പാളാണ്. റണ്ണറപ്പായ ടീം ചോദിച്ചാൽ നേപ്പാളാണ്. അപ്പോൾ നേപ്പാൾ, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, ശ്രീലങ്ക, USA എന്നീ രാജ്യങ്ങളാണ് എന്ത് ചെയ്ത് മത്സരിച്ചത്. അങ്ങനെ 6 രാജ്യങ്ങൾ എന്ത് ചെയ്തു മത്സരരംഗത്തുണ്ടായിരുന്നു. പ്രഥമ വനിതാ T20 കാഴ്ച പരിമിതരുടെ ക്രിക്കറ്റ് ആയിരുന്ന ലോകകപ്പാണ് നടന്നതെന്ന് ഓർത്തുവയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. റിസീവിൻ്റെ സ്പെല്ലിംഗ് എന്താ? ഓപ്ഷൻ എ ആണ് ഉത്തരം. RECEIVE. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത് ആറാമത്തെ ചോദ്യം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീര അവയവം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആഗ്നേയ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് ഗ്രന്ഥി. ഓക്കെ, ആഗ്നേയ ഗ്രന്ഥിയുടെ ഇംഗ്ലീഷാണ് പാൻക്രിയാസ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നതാണ് എന്ത് പറയുന്നത്? ഇൻസുലിൻ. ഓക്കെ, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നതാണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ചോദിച്ചാൽ ശരീരാവയവമാണ് ഇത് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസിലെ ഐലൈറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ്. ഓക്കെ, ഐലൈറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് ആണ് ഐലൈറ്റ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ പ്രമേഹം എന്ന് പറഞ്ഞാൽ പ്രമേഹം ശരീരത്തിലെ ആരോഗ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? പ്രമേഹം എന്ന് പറയുന്നത്. ഓക്കെ, ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിനെ എന്ത് ചെയ്യുക? ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത് പറയുന്നത്? പ്രമേഹമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസുലിൻ കണ്ടെത്തിയ വർഷം പറയുമ്പോൾ 1921 1921 ഫെഡറിക് ബാൻറ്റിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്നാണ് എന്ത് ചെയ്തത്? ഇൻസുലിൻ വേർതിരിച്ചെടുത്തത് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ ഫെഡറിക് ബാൻറ്റിങ്ങിൻ്റെ ജന്മദിനമാണ് നവംബർ 14 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നതെന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം. രക്തത്തിലെ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു എല്ലാവർക്കും കിട്ടി കാണും. ഓപ്ഷൻ എ ആണ് ഹീമോഗ്ലോബിൻ. ഓക്കെ, ഹീമോഗ്ലോബിനാണ് മറന്നു വരുന്നത്. ഹീമോഗ്ലോബിനാണ് എന്ത് നൽകുന്ന? രക്തത്തിന് ചുവന്ന നിറം നൽകുന്നത്. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചോദ്യമാണ്, മറന്നു വരുന്നത്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഇരുമ്പ് അടങ്ങിയ ഒരു പ്രോട്ടീനാണ്. ഓക്കെ, ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഇരുമ്പ് അടങ്ങിയ ഒരു പ്രോട്ടീനാണ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, ശ്വാസകോശത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് എന്താണ്? ഹീമോഗ്ലോബിനാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് മയോഫൈബ്രിൻ എന്ന് പറഞ്ഞാൽ എന്താ? പേശികളുടെ സങ്കോചത്തിനും വികാസത്തിനും സഹായിക്കുന്ന ആക്സിൻ അതുപോലെ മലാസിൻ എന്നീ പ്രോട്ടീനുകൾ അടങ്ങിയിരിക്കുന്ന മയോഫൈബ്രിൻ. അത് അടങ്ങിയിരിക്കുന്നതാണ് മയോഫൈബ്രിൻ ആണെന്ന് ഓർത്തിക്കുക. മെലാനിൻ നമുക്കറിയാം നിറം നൽകുന്ന, മനുഷ്യ ശരീരത്തിന് അത് നിറം നൽകുന്ന, ചർമ്മത്തിന് നിറം നൽകുന്നതാണ് എന്ന് പറയുന്നത് മെലാനിൻ. മനുഷ്യ ശരീരം മാത്രമല്ല അതുപോലെ തന്നെ മുടി, കണ്ണ്
ചർമ്മം എന്നിവയ്ക്കെല്ലാം നിറം നൽകുന്നത് എന്താണ്? മെലാനിനാണ്. അത് ക്ലോറോഫിൽ അറിയാം. എന്താണ്? ഫോട്ടോസിന്തസിസിന് പ്രധാന ഘടകമാണ് ക്ലോറോഫിൽ എന്നാണ്. ഹരിതകം സസ്യങ്ങൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തുവാണ് എന്ന് പറയുന്ന ക്ലോറോഫിൽ. അടുത്ത ഏറ്റവും കൂടുതൽ രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, ലഡാക്ക് ആണ്. ഓക്കെ, എത്ര രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു? 3 രാജ്യങ്ങൾ. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ 3 രാജ്യങ്ങളുമായിട്ടാണ് ലഡാക്ക് അതിർത്തി പങ്കെടുത്തത്. ഓർത്ത് വയ്ക്കുക. ഓക്കെ, 2019 ഒക്ടോബർ 31 എന്തായത്? ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറിയത് എന്ന് ഓർത്തിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ലഡാക്കാണെന്ന് ഓർത്തിക്കുക. ഉയർന്ന ചുരങ്ങളുടെ നാട്, അതുപോലെ തന്നെ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉയരത്തിലുള്ള നാഷണൽ പാർക്ക് ഹെമ്മിസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്കിലാണെന്ന് ഓർത്തിക്കുക. ഹെമ്മിസ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ഇപ്പോൾ ഈ ജമ്മു കാശ്മീർ പ്രത്യേക പദവി നൽകിയ ആർട്ടിക്കിൾ 370 370 ഒഴിവാക്കിയത് 2019 ഓഗസ്റ്റിലാണ്. മറന്നു പോരുത്. ഓക്കെ, അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. ലുധിയാന നഗരം ഏത് നദീതീരത്താണ് എന്നാണ് ചോദ്യം. കിട്ടിക്കാണുമല്ലോ. ലുധിയാന നഗരം ഏത് നദീതീരത്താണ്? ഏതാ ഓപ്ഷൻ? സത്ലജ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സത്ലജ് നദിയാണ്. അപ്പോൾ ഹൂഗ്ലി നദീതീരത്തുള്ള ഏത് നഗരമാണ്? കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ. ഓക്കെ, കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ. കൃഷ്ണ നദീതീരത്താണെങ്കിലോ? വിജയവാഡ ഇവിടെ ആന്ധ്രാപ്രദേശ്. അടുത്ത സബർമതി എന്ന നദീതീരത്ത ഏത് നഗരത്തിൻ്റെ തീരത്താണ്? ഏത് നഗരമാണ്? അഹമ്മദാബാദ്, ഗുജറാത്ത്. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം. ബഹിരാകാശ നിലയത്തിലെ ഒടുങ്ങിപ്പോയ ഇന്ത്യൻ വംശജ സുനിത വില്യംസിനൊപ്പം സ്പേസ് എക്സിൻ്റെ ക്രൂ 9 മിഷനിൽ തിരിച്ചെത്തിയ 4 സംഘത്തിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, ഒലേഗ് കൊക്കനോനെഗോവ്. ഓക്കെ, ഒലേഗ് കൊക്കനോനെഗോ ഒരു ബഹിരാകാശ സഞ്ചാരിയാണ്, പക്ഷേ ഇതിൽ വരുന്നതല്ല. ഇത് ആരൊക്കെയെന്ന് വെച്ചാൽ ബൂച്ച് വിൽമോർ ഉണ്ട്. നാസയുടെ ബഹിരാകാശ വ്യക്തിയാണ് ബൂച്ച് വിൽമോർ. അതുപോലെ നിക്ക് ഹോഗ് നാസയുടെയാണ്. അതുപോലെ അലക്സാണ്ടർ ഗോർബുനോവ് എന്ന് പറയുന്നത് റോസ്കോസ്മോസ് ഏതിൻ്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ്? റോസ്കോസ്മോസ് റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് റോസ്കോസ്മോസ്. അതിലെ അവരുടെ ബഹിരാകാശ സഞ്ചാരിയാണ് അലക്സാണ്ടർ ഗോർബുനോവ്. ഓക്കെ, 4ാമത്തെ വ്യക്തിയാണ് സുനിത വില്യംസ്. ഓക്കെ, അപ്പോൾ അതിൽ പെടാത്തതാണ് ഇത് ഒലേഗ് കൊക്കനോനെഗോ. ഓക്കെ, അടുത്ത് 11ാമത്തെ ചോദ്യം. സ്വരാജ് പാർട്ടി ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം എവിടെയാണ് നടന്നത് എന്നാണ് ചോദ്യം. എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, അലഹാബാദിലാണ്. ഓക്കെ, അലഹാബാദ്. ഇപ്പോൾ അറിയപ്പെടുന്ന പേര് പ്രയാഗ്രാജ്. ഓർത്തേക്ക്, അലഹാബാദിൻ്റെ ഇപ്പോഴത്തെ പേരാണ് പ്രയാഗ്രാജ്. ഓപ്ഷനിൽ ചിലപ്പോൾ പ്രയാഗ്രാജ് എന്ന് കാണുള്ളൂ. ഓക്കെ, ഓർത്ത് വെച്ച് പഠിക്കുക. അപ്പോൾ സ്വരാജ് പാർട്ടി നിലവിൽ വന്ന വർഷം 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി നിലവിൽ വന്നത്. ആരൊക്കെ ചേർന്നാണ് സ്ഥാപിച്ചത്? സി ആർ ദാസ് ആയിരുന്നു സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ്. സി ആർ ദാസും മോത്തിലാൽ നെഹ്റു ആയിരുന്നു ആദ്യ സെക്രട്ടറി. പ്രസിഡന്റ് സി ആർ ദാസും സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. അടുത്ത ചോദ്യം. ഇവയിൽ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഐറിഷ് ഭരണഘടനയിൽ നിന്നോ കടം കൊണ്ട ആശയങ്ങളിൽപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ ഏതാ പെടാത്തത്? ഓപ്ഷൻ ഡി ആണ്, സംയുക്ത സമ്മേളനം. ഓപ്ഷൻ ഡി സംയുക്ത സമ്മേളനമാണ് പെടാത്തത്. ബാക്കിയെല്ലാം ഏതാണ്? ഐറിഷ് ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ, അതുപോലെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യൽ, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്നിവ ഇന്ത്യയിൽ നിന്നുള്ള ഭരണഘടനയിലെ ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കൈക്കൊണ്ട ആശയങ്ങളാണ്. ഓക്കെ, അതുപോലെ ഓർത്ത് വയ്ക്കുക. ഓസ്ട്രേലിയയിൽ നിന്ന് കടം കൊണ്ടത് ഏതൊക്കെയാണ്? സമവർത്തിക പട്ടിക കേട്ടിട്ടുണ്ടോ? കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, ചിലപ്പോൾ ഓപ്ഷനിൽ സമവർത്തിക പട്ടിക എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കൺകറന്റ് ലിസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? സമവർത്തിക പട്ടിക എന്നത് 7ാം ഷെഡ്യൂളിലാണ് വരുന്നത്. ഓക്കെ, കൺകറന്റ് ലിസ്റ്റ്. അടുത്ത വ്യാപാര വാണിജ്യ സ്വാതന്ത്ര്യം. രാജ്യത്തിനകത്ത് കച്ചവടത്തിനും വാണിജ്യത്തിനുമുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 301 ആണ് അത് പറയുന്നത്. അത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറന്നു വയ്ക്കുക. അടുത്ത് ബ്രിട്ടനിൽ നിന്ന് എടുത്തത് എന്താ? റിട്ട് ബ്രിട്ടൻ നമ്മൾ പഠിച്ചിട്ടുള്ള. ഓക്കെ, ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ് ഏതാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, പാർലമെൻറ്റിൻ്റെ ഭരണരീതി എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ്. നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലാ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, അടുത്ത അമേരിക്കയിൽ നിന്നാണെങ്കിലോ ഫണ്ടമെൻ്റൽ റൈറ്റ് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയിൽ നിന്നാണ്. മറന്നു വരുന്നത്. ഓക്കെ, അടുത്ത
13ാമത്തെ ചോദ്യം നോക്കാം. കേരള വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മലപ്പുറം ജില്ലയാണ്. ഓക്കെ, മലപ്പുറം ജില്ലയിലെ ഏത് പഞ്ചായത്തിലാണെന്ന് ചോദിച്ചാൽ ഏത് പഞ്ചായത്താണ്? വള്ളിക്കുന്ന് പഞ്ചായത്ത്. വള്ളിക്കുന്ന്. ഓക്കെ, വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് ഇത് മുതിയം കടൽത്തീരം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക, മറന്നു വരുത്. ഓക്കെ, വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റെഡ്ലി ആമകൾ ഇവിടെ ഈ ഭാഗത്ത് വരുന്ന മുട്ടയിടുന്നു. അതിനുവേണ്ടി സംരക്ഷണത്തിന് വേണ്ടിയാണ് അവിടെ പ്രത്യേകം ആൾക്കാരെയും എല്ലാം നിയോഗിച്ചിട്ടുണ്ട്. അടുത്ത 14ാമത്തെ ചോദ്യം. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരൻ ആരെന്നാണ് ചോദ്യം. KPR ഗോപാലൻ. ഓപ്ഷൻ ബി ആണ്, KPR ഗോപാലൻ. ഓക്കെ, മൊറാഴ സമരം നടന്ന വർഷം എന്താണ്? 1940. 1940 മൊറാഴ സമരം നടന്നത്. ഏത് ജില്ലയെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മൊറാഴ എന്ന പല സ്ഥലത്ത് നടന്ന ചരിത്ര പ്രസിദ്ധമായ കർഷക സമരമാണ് എന്ന് പറയുന്നത് മൊറാഴ സമരം എന്ന് പറയുന്നത്. ഓക്കെ, ഈ KB മേനോൻ ബന്ധപ്പെട്ടാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് 1948 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? KB മേനോൻ, ഡോക്ടർ KB മേനോൻ എന്ന് ഓർത്തിരിക്കുക. അടുത്ത 15ാമത്തെ ചോദ്യം. പാലിയം സത്യഗ്രഹവുമായി ബന്ധപ്പെട്ട സൗഹൃദ ജാഥ നയിച്ചത് ആരെന്നാണ് ചോദ്യം. പാലി സത്യഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നയിച്ചത് KK കൗസല്യാണ്. ഓപ്ഷൻ ബി ആണ്, കൗസല്യ. ഓക്കെ, ജാതി വ്യവസ്ഥയുടെ ഭാഗമായി പാലിയം വക റോഡുകളിൽ പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന വിലക്ക് നീക്കം ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പാലിയം സത്യഗ്രഹം നടന്നത്. പാലിയ സത്യഗ്രഹം നടന്ന വർഷം ചോദിച്ചാൽ 1947 ഡിസംബർ 4 മുതൽ 1947 ഡിസംബർ 4 മുതൽ എന്ന് വരെ ഉണ്ടായിരുന്നു. 1948 മാർച്ച് വരെ എന്തുണ്ടായിരുന്നു? പാലിയം സത്യഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഓർത്തിക്കുക. നടന്നത് ചേന്നമംഗലം എന്ന സ്ഥലത്താണ്, എറണാകുളത്തെ ചേന്നമംഗലം എറണാകുളം ആണ് എന്ത് നടന്നത്? പാലിയം സത്യഗ്രഹം നടന്നതോ എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് 16ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായത് ഏത് എന്നാണ് ചോദ്യം. സൂചന നന്ദിനി പറവൂർ കേശവനാശാൻ ശരിയാണ്. സാധുജന ദൂതൻ ജോൺ ജോസഫ് ആണ് ശരിയാണ്. വേലക്കാരൻ ആരുടെയാണ്? K അയ്യപ്പൻ്റെയാണ് വേലക്കാരൻ, K അയ്യപ്പൻ. ഓക്കെ, അടുത്ത് പ്രബുദ്ധ കേരളം ആരുടെയാണ്? ബാലകൃഷ്ണ പിള്ളയില്ല. സ്വാമി ആഗമാനന്ദയുടെ കൃതിയാണ് ഏതെന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഇത് പ്രബുദ്ധ കേരളം. ഓക്കെ, അടുത്ത് 17ാമത്തെ ചോദ്യം. നവോത്ഥാന നായകരും ജന്മസ്ഥലവും പരിശോധിക്കുക. തെറ്റായത് കണ്ടെത്താനാണ്. ചാവറ കൈനഗിരി ശരിയാണ്. കായിക്കര കുമാരനാശാൻ ശരിയാണ്. മയ്യനാട് സഹോദരൻ അയ്യപ്പൻ അത് തെറ്റാണ്. തലശ്ശേരി കേളപ്പൻ തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരി, 1ഉം 2ഉം ശരി, 1ഉം 2ഉം മാത്രം ശരി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് സഹോദരൻ മയ്യനാട് ആരുടെ ജന്മസ്ഥലമാണ്? സി കേശവൻ്റെ ജന്മസ്ഥലമാണ് ഇത് മയ്യനാട് എന്ന് പറയുന്നത്. അപ്പോൾ തലശ്ശേരി ആരുടെയാണ്? തലശ്ശേരി അയ്യത്താൻ ഗോപാലൻ്റെ സ്ഥലമാണ് എന്ന് പറയുന്നത് തലശ്ശേരി. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ സ്ഥലം ഏതാണ്? ചിറായി. സഹോദരൻ അയ്യപ്പൻ്റെ സ്ഥലം ചിറായിയും കേളപ്പൻ്റെ സ്ഥലം ചോദിച്ചാൽ പയ്യോളിയുമാണ്. ഓക്കെ, അടുത്ത 18ാമത്തെ ചോദ്യം. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, CK ലക്ഷ്മണനാണ്. അപ്പോൾ ചെറുവരി കൊട്ടേരത്ത് ലക്ഷ്മണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ഓക്കെ, കൊട്ടേത്ത്. ഓക്കെ, ചെറുവരി കൊട്ടേത്ത് ലക്ഷ്മണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര്. ഓക്കെ, ഒളിമ്പിക്സ് പങ്കെടുത്ത ആദ്യ മലയാളി എന്ന് ചോദിച്ചാലും ആര്യനാണ്? CK ലക്ഷ്മണൻ. അദ്ദേഹം പാരീസ് ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്. 1924 പാരീസ് ഒളിമ്പിക്സ് 110 മീറ്റർ ഹഡിൽസിലാണ് പങ്കെടുത്തത്. കണ്ണൂർ സ്വദേശിയാണെന്ന് ഓർത്തേക്കുക, കണ്ണൂർ സ്വദേശി. ഓക്കെ, ഇനി ഇവിടെ PT ഉഷയുണ്ട്. PT ഉഷ 1980 ഒളിമ്പിക്സ്, 1980 മോസ്കോ ഒളിമ്പിക്സ്, 84 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ്, അതുപോലെ തന്നെ 88 സോൾ ഒളിമ്പിക്സ് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. 1984 ഒളിമ്പിക്സിൽ പങ്കെടുത്തപ്പോഴാണ് സെക്കൻഡിൽ 100 ഒരു അംശത്തിൽ എന്ത് ചെയ്തു? വെങ്കല മെഡൽ നഷ്ടമായത്, ഓർത്ത് വയ്ക്കുക. അടുത്ത് ഷൈനി വിൽസണും അതുപോലെ തന്നെ 84, 88, 96 ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒളിമ്പിക്സിൽ ചരിത്രത്തിലെ ഇന്ത്യയുടെ പതാകേന്ത്യ ആദ്യ വനിത എന്നറിയപ്പെടുന്ന ആരാണ്? ഷൈനി വിൽസണാണ്. അടുത്ത് PR ശ്രീജേഷ്, ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടിത്തന്ന ഒളിമ്പിക്സിൽ 2 തവണ മെഡൽ നേടിയ ആദ്യ മലയാളി എന്നറിയപ്പെടുന്ന PR ശ്രീജേഷ് ആണെന്ന് ഓർത്തിക്കുക. അടുത്ത്
19ാമത്തെ ചോദ്യം, ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയ ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് എന്നാണ് ചോദ്യം. ഏത് സംഭവമാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. നടന്ന അറിയാം, 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏപ്രിൽ 13. ഓക്കെ. ഇപ്പോൾ ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് പദവി ലഭിച്ച വർഷം ചോദിച്ചാൽ 1915. എവിടെ വെച്ചെന്ന് വെച്ചാൽ ദക്ഷിണാഫ്രിക്കയിലെ അവിടുത്തെ ബോവർ യുദ്ധകാലത്ത് ഗാന്ധിജി നൽകിയ മാനുഷിക സേവനങ്ങളെ മാനിച്ചാണ് ബ്രിട്ടീഷ് സർക്കാർ എന്ത് നൽകുന്നത്? കൈസർ ഇ ഹിന്ദ് പദവി നൽകുന്നത്. അത് അദ്ദേഹം തിരിച്ചു നൽകുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടങ്ങും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന 1919 ഏപ്രിൽ 13 എന്ന് ഓർത്തിക്കുക. ഇവിടെ നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം എന്നറിയാം, 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അടുത്ത റൗളറ്റ് നിയമം നടന്ന വർഷം 1919. റൗളറ്റ് നിയമം 1919. എന്താ? വിചാരണ കൂടാതെ ആരെയും തടവിലാക്കാൻ പോലീസിന് അധികാരം നൽകിയ കരിനിയമമാണ് റൗളറ്റ് നിയമം എന്ന് പറയുന്നത്. അടുത്ത ചൗരിചൗര സംഭവം 1922 ഫെബ്രുവരി 5 നടന്ന സംഭവമാണ്. ഇത് ചൗരിചൗര സംഭവം എന്ന് പറയുന്നത് യുപിയിൽ ചൗരിചൗര എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു, കലാപകാരികൾ ആക്രമിക്കുന്നു, 22 പോലീസുകാർ എന്ത് ചെയ്യുന്നു? വെന്ത് മരിക്കുന്നു. അതാണ് ചൗരിചൗര സംഭവം. അടുത്ത 20ാം ചോദ്യം, ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഓക്കെ, ഏത് വർഷമാണ്? ഓപ്ഷൻ ബി ആണ്, 1986. ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 22. 1986 ഒക്ടോബർ 22 ദേശീയ ഉൾനാടൻ ജല അതോറിറ്റി രൂപം കൊണ്ടത്. ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നോയിഡ ഇവിടെ ഏത് സംസ്ഥാനമാണ്? നോയിഡ UP എന്ന് പുറത്തേക്ക്. ഓക്കെ. കേരളത്തിലുള്ള നാഷണൽ ഹൈവേ ആണ് NW3 കൊല്ലം കോട്ടപ്പുറം ഓർത്തിക്കുക. അടുത്ത് 21ാം ചോദ്യം, വാട്ട് ഡു യു കാൾ സമൺ ഹൂ ഈസ് ബിഗിനർ ഇൻ എനി പ്രൊഫഷൻ? അപ്പോൾ ഏതെങ്കിലും പ്രൊഫഷനിൽ ബിഗിനറായ ആളിനെ എന്ത് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, നോവിസ്. ഓക്കെ, നോവിസിൻ്റെ അർത്ഥം എന്താ? ഒരു തൊഴിലിലോ അല്ലെങ്കിൽ പ്രവൃത്തിയിലോ പുതുതായി ജോയിൻ ചെയ്യുന്ന പരിചയസമ്പത്തില്ലാത്ത ആളിനെയാണ് എന്തെന്ന് പറയുന്നത്? ബിഗിനേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? നോവിക് എന്ന് പറയുന്നത്. ഓക്കെ, നോവിക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് നോവിസിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? വെറ്ററൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ തരത്തിലും എന്ത് ചെയ്ത് ദീർഘകാലമായി പരിചയമുള്ള ആളിനെയാണ് എന്ത് പറയുന്നത്? വെറ്ററൻ എന്ന് പറയുന്നത്. ഓക്കെ, അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യത്തിൽ വളരെ വൈദഗ്ധ്യമുള്ള അല്ലെങ്കിൽ വിദഗ്ധനായ വ്യക്തി എന്ന് പറയുന്നത് അഡപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എയ്സ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എന്താ പറയുക, കഴിവ് പ്രകടിപ്പിക്കുന്ന ആളെ ഒരു പ്രത്യേക മേഖലയിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന കായിക ഇനത്തിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന ആളെ എന്ന് പറയും? എയ്സ് എന്ന് പറയും. ഓക്കെ, അടുത്ത 22ാം ചോദ്യം, ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ആരെന്ന ചോദ്യം. ഓപ്ഷൻ എ ആണ്, ഇടശ്ശേരി ഗോവിന്ദമേനോനാണ് എന്തറിയപ്പെടുന്നത്? ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദമേനോനാണെന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ വൈലോപ്പിള്ളി എന്ത് പറയും? ശാസ്ത്രബോധത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. വള്ളത്തോളിനെ എന്ത് പറയും? വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന വള്ളത്തോളാണ്. ഓക്കെ, അടുത്ത 23ാം ചോദ്യം, താഴെ പറയുന്ന കമ്പ്യൂട്ടറിൻ്റെ താൽക്കാലിക മെമ്മറി അഥവാ വോളറ്റൈൽ മെമ്മറി ഏതോ എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ആണ്, റാം ആണ്. ഓക്കെ, റാമിൻ്റെ ഫുൾ ഫോം എന്താ? റാൻഡം അസസ് മെമ്മറി. അതായത് ഇൻ കേസ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ മെമ്മറി ലോസ് ആയി പോകും. ഓക്കെ, അത് പിന്നെ റിട്ടേൺ ചെയ്ത് എടുക്കാൻ കഴിയില്ല. ഇവിടുത്തെ റോം എന്ന് പറഞ്ഞാൽ എന്താ? റീഡ് ഒൺലി മെമ്മറി. റോമിൻ്റെ ഫുൾ ഫോമാണ് റീഡ് ഒൺലി മെമ്മറി. ഓക്കെ, 24ാം ചോദ്യം, ഒരു കച്ചവടക്കാരൻ കുറച്ച് ഓറഞ്ചുകൾ 11 എണ്ണം 10 രൂപ നിരക്കിൽ വാങ്ങി 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റാൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. ലാഭശതമാനം കാണാൻ ഇക്വേഷൻ നമുക്കറിയാം. ലാഭശതമാനം ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 11 ഓറഞ്ചുകൾ 10 രൂപ നിരക്കിൽ. ഓക്കെ, എണ്ണം നമുക്ക് ആദ്യം എഴുതാം. എണ്ണം എളുപ്പത്തിൽ കണ്ടെത്താനാണ് എണ്ണം എഴുതുക, വില എഴുതുക. ഓക്കെ, അപ്പോൾ 11 എണ്ണം 10 രൂപ നിരക്കിലും അതുപോലെ തന്നെ 10 എണ്ണം എത്ര രൂപ നിരക്കിലും? 11 രൂപ നിരക്കിലും വാങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ കാണേണ്ടത്? നമുക്ക് വാങ്ങിയ വില കാണാൻ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. വാങ്ങിയ വില കാണാൻ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ. 10 × 10 100. വാങ്ങിയ വില 100 ഉണ്ട്. ഓക്കെ, അടുത്ത വിറ്റ വില കാണാൻ ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 11 × 11 121 കിട്ടി. അപ്പോൾ 121 120 കിട്ടി. അപ്പോൾ ഇനി ലാഭം കാണാൻ എന്ത് ചെയ്യുക? 121 മൈനസ് 100. അപ്പോൾ ലാഭം എത്രയെന്ന് കിട്ടി? 21 കിട്ടി. അപ്പോൾ 21 ഇന്നെന്താ? വാങ്ങിയ വില എത്രയാ? 100 × 100 ചെയ്യാം. ഓക്കെ, 100 × 100 ചെയ്യുമ്പോൾ ഈ 100
ഈ 100 വെട്ടിപ്പോയി, ബാക്കി ഇത്രയും കിട്ടി 21% എന്ന് കിട്ടി. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത 25 ചോദ്യം. തുടർച്ചയായ 4 ഇരട്ട സംഖ്യയുടെ ശരാശരി 27 വലിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിൽ കാണാൻ വേണ്ടി ഈ സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ശരാശരി എത്രയാണെന്ന് എടുക്കുക. ശരാശരി പ്ലസ് സംഖ്യ തന്നിരിക്കുന്ന സംഖ്യ -1. ഇതാണ് സിമ്പിൾ മെത്തേഡ്. അപ്പോൾ ശരാശരി 27 തന്നിട്ടുണ്ട്. 27 പ്ലസ് സംഖ്യ എന്ന് പറയുന്നത് 4 സംഖ്യ, തുടർച്ചയായി 4 സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 - 1. ഓക്കെ, അപ്പോൾ എന്താ 27 പ്ലസ് 4 - 1 3. അപ്പോൾ 27 പ്ലസ് 3 എത്ര 30 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 25 മാർക്കിന് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അടുത്ത ഒരു എക്സാമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.